നമസ്കാരം. എല്ലാവർക്കും ഒരു ശുഭദിനം നേർന്നുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് കൊറോണയ്ക്ക് ശേഷമുള്ള കുഴഞ്ഞു വീണുള്ള മരണം. പലർക്കും പല രീതിയിലാണ് അത് ബാധിക്കുന്നത്. ചിലർക്ക് വിട്ടുമാറാത്ത ചുമ, ചിലർക്ക് ശാരീരിക അസ്വസ്ഥതകൾ, ഒരു പനി വന്നാൽ പോലും മാറാനുള്ള താമസം, അങ്ങനെ ഒട്ടനവധി ബുദ്ധിമുട്ടുകൾ ഈ കൊറോണ വാക്സിൻ എടുത്തവർക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാനുള്ള ചില പൊടിക്കൈകളാണ് ഞാനിവിടെ പറയുന്നത്. അതിലാദ്യത്തേത് ചെറിയുള്ളി കൊണ്ടുള്ള പ്രയോഗമാണ്. ചെറിയുള്ളി എന്ന് ചുവന്നുള്ളി വൃത്തിയാക്കിയിട്ട് 10 എണ്ണം വീതം ദിവസേന കാലത്ത് പറ്റുമെങ്കിൽ വെറും വയറ്റിൽ ചവച്ചരച്ച് കഴിക്കുക. ചെറിയുള്ളി ചവച്ചരച്ച് കഴിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ബുദ്ധിമുട്ടുള്ളവർ പരമാവധി ഒന്നും ചേർക്കാതെ തന്നെ കഴിക്കുന്നതാണ് നല്ലത്. അഥവാ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നവർക്ക് ഒരു കഷ്ണം വെല്ലമോ കരിപ്പട്ടിയോ പനശർക്കയോ ചേർത്ത് കഴിക്കാം. ഈ ചെറിയുള്ളിക്ക് വളരെയധികം ഗുണങ്ങളുണ്ട്. നമ്മൾ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ ഏറ്റവും ഫലപ്രദമായ കഴിവ് ചെറിയുള്ളിക്കുണ്ട്. അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായതും വൈറസ് സംബന്ധമായതും യൂട്രസ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും വളരെ ഫലപ്രദമാണ് ചെറിയുള്ളി. സ്ത്രീകൾക്കുണ്ടാവുന്ന പീരിയഡ് സമയത്തുണ്ടാവുന്ന വയറുവേദന, അതിന് ഏറ്റവും നല്ല പരിഹാരമാണ് ചെറിയുള്ളി. അവർ പീരിയഡ്സിൻ്റെ 2 ദിവസം മുമ്പ് ചെറിയുള്ളി കഴിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായി ഒരു 3-4 മാസം ഈ ചെറിയുള്ളി പീരിയഡ്സിൻ്റെ 2 ദിവസം മുമ്പും പീരിയഡ്സ് ഉള്ള സമയത്തും പീരിയഡ്സ് കഴിഞ്ഞിട്ട് 2 ദിവസവും, അപ്പോൾ ഏറെക്കുറെ ഒരു 8 ദിവസത്തോളം അല്ലെങ്കിൽ ഒരു 10 ദിവസത്തോളം ഇത് കഴിച്ചു കഴിഞ്ഞാൽ 2-3-ാമത്തെ മാസം മുതൽ തന്നെ അവരുടെ വയറുവേദന കുറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ അയൺ കണ്ടൻസ് ഉള്ളതാണ് ചെറിയുള്ളി. ചെറിയുള്ളി ശരിക്കും നമ്മൾ തുടർച്ചയായിട്ട് കഴിച്ചാൽ, അത് പച്ചയ്ക്ക് തന്നെ കഴിച്ചാൽ കൂടുതൽ ആരോഗ്യവാനായിരിക്കും. ഇരുമ്പിന് തുല്യമായിരിക്കും നമ്മുടെ ശരീരം എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിലും അതുപോലെ കർണാടകത്തിലുള്ള കർഷകരുടെ പ്രധാന ആഹാരം തന്നെ പഴങ്കഞ്ഞിയും ചെറിയുള്ളിയാണ്. അതുകൊണ്ട് തന്നെ അവർ നല്ല ആരോഗ്യവാന്മാരുമാണ്. അതുപോലെ തന്നെ അവർക്ക് യാതൊരു തരത്തിലുള്ള രോഗവും ബാധിക്കുന്നില്ല. കാര്യയിരുമ്പിൻ്റെ കരുത്താണ് അവർക്കൊക്കെ ഉള്ളത്, അവിടുത്തെ കർഷകർക്ക്. രണ്ടാമത് പറയാനുള്ളത് ഇല്ലിമുളയുടെ ഇലയും തുളസി ഇലയും ചേർത്തിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുന്ന. 1 ലിറ്റർ വെള്ളത്തിൽ 1 പിടി ഇല്ലി ഇലയും 1 പിടി തുളസി ഇലയും കൂടി ചേർത്ത് തിളപ്പിക്കുക. അതിന് 1/2 ലിറ്ററാക്കി വറ്റിച്ച് ഓരോ ഗ്ലാസ് വീതം 3 നേരം കുടിക്കുക. തുടർച്ചയായി 48 ദിവസം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഉണ്ടായിട്ടുള്ള കൊറോണ വാക്സിൻ മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾക്ക് ശമനമുണ്ടാവും. പരീക്ഷിച്ച് നോക്കൂ, അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.